ഹായ് ഗൈസ്, ഇന്ന് നടന്ന +2 ക്രിസ്മസ് ഫിസിക്സ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് എൻ്റെ ഈ ബോർഡിലുള്ളത്. നിങ്ങളെല്ലാവരും ഈ ചോദ്യപേപ്പറിലൂടെ കടന്നുപോയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവയെല്ലാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതൊരു ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് ഫൈനലായി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഇതിന് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ചോദ്യങ്ങൾ കണ്ടോ, ഈ ബോർഡ് നിറച്ചുണ്ട്. നിങ്ങളുടെ ചോദ്യപേപ്പറിൽ നിങ്ങൾ ആകെ മൊത്തം കണ്ടിരുന്നു. മൊത്തം 11 ചോദ്യങ്ങളാണ് ഇത്തവണ ന്യൂമറിക്കലായിട്ട് വന്നത്. ആ 11 ചോദ്യങ്ങളായിട്ട് 21 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടോട്ടലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും മാക്സിമം 2 മാർക്കൊക്കെ വന്നത്, ചില ചോദ്യങ്ങൾ 1 മാർക്കിന് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് എക്സാമിൻ്റെ കേസിൽ മേ ബി ബാക്കി സബ്ജക്ട്സിലും ഉണ്ടായേക്കാം, ചെറുതായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് ആധികാരികമായിട്ട് പറയല്ല, അങ്ങനെ പറയാനുള്ള ഡാറ്റ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ വർഷം നടന്ന ക്രിസ്മസ് എക്സാമും കഴിഞ്ഞ വർഷത്തെ ചില സൂചനകളും മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ ഇവിടെ നിങ്ങൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്താ അവിടെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു വർധനയുണ്ട്. 11 ചോദ്യം ന്യൂമറിക്കലിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം വലിയൊരു നമ്പറാണ്. മുൻ വർഷങ്ങളിലൊക്കെ 2 അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, പക്ഷേ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട്. അതും ബിയും സിയും ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നമുക്കറിയുമെങ്കിൽ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയേ പറ്റൂ അല്ലേ. അപ്പോൾ നമുക്കവിടെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഒഴിവാക്കി പോവുകയാണ് അല്ലേ. ശരി, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 21 മാർക്ക് എന്ന് പറഞ്ഞാലും അതും സത്യം പറഞ്ഞാൽ അല്പം കൂടുതൽ തന്നെയാണ് ന്യൂമറിക്കലിൻ്റെ കേസിൽ. അപ്പോൾ ഇത് നല്ലതാണോ ചീത്താണോ എന്നുള്ള ഡിബേറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഈ ന്യൂമറിക്കൽസിൻ്റെ മാർക്ക് കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂടുന്നതും അൾട്ടിമേറ്റ്ലി ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നല്ല, നിങ്ങളിപ്പോൾ ഈ എക്സാമിൻ്റെ പുറത്തല്ല, നിങ്ങൾ ഇപ്പോഴത്തെ നോളജ് വെച്ചിട്ടില്ല, അൾട്ടിമേറ്റ്ലി നിങ്ങൾ മുന്നോട്ടുള്ള സയൻസ് പഠനത്തിൽ അല്ലെങ്കിൽ ഫിസിക്സ് പഠനത്തിൽ ഇത് നിങ്ങൾ ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ അത് എൻ്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇതൊരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. എന്നെ തെറി വിളിക്കരുത്, അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നിങ്ങളോടൊരു ചതി ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, മാത്സ് എക്സാമിൻ്റെ കേസിൽ ഒരു സൂചനയും തരാതെ ഡയറക്റ്റായിട്ട് +1 ഫിസിക്സ് മാത്സ് എക്സാമിന് ഡയറക്റ്റായിട്ട് അവരെന്ത് ചെയ്തു, അല്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ചില ചോദ്യങ്ങൾ NCERT എന്നൊക്കെ എടുത്ത് ചെയ്തിരുന്നു. ഒരു സൂചനയും തന്നില്ല, ക്രിസ്മസ് എക്സാമിന് തന്നില്ല, മോഡലിന് തന്നില്ല, ഡയറക്റ്റ് പബ്ലിക് എക്സാമിന് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? കുട്ടികളാകെ പാനിക്കായി. കാരണം കുട്ടികൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. സാധാരണ ഒരു ഗതിയിലുള്ള ഒരു പാറ്റേൺ പഠിച്ചു പോയ കുട്ടികളെല്ലാവരും പെട്ടുപോയി. പലർക്കും ഫൈനൽ ആൻസറിലേക്ക് എത്താനൊക്കെ പറ്റാതായിപ്പോയി. ആൻഡ് ഫൈനൽ ആൻസറിലൊക്കെ പല ട്വിസ്റ്റുകളൊക്കെ ഉള്ള ചോദ്യങ്ങൾ കൂടി ആയിരുന്നു അല്ലേ. അപ്പോൾ അത്യാവശ്യം മാത്സ് അറിയുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇത്തവണ അവർ ചിലപ്പോൾ മേ ബി അതൊന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഓവറോൾ കേരളത്തിൽ ഇപ്പോൾ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, കേരളത്തിലെ അതായത് കേരള സിലബസ് പഠിക്കുന്ന +1 +2 കുട്ടികൾക്ക് ക്വാളിറ്റി കുറവാണ് എന്നുള്ളൊരു ആക്ഷേപം. അതിൻ്റെ റിയാലിറ്റി ഒന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ട, ചകഞ്ഞു പോകണ്ട, അല്ലെങ്കിൽ അതിലൊരു വാദപ്രതിവാദത്തിനല്ല. പക്ഷേ ഒരു സത്യം അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ പല കോമ്പറ്റീവ് എക്സാമുകളിലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ ഡയറക്റ്റ് +2 കഴിഞ്ഞ് ഡയറക്റ്റ് കയറുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. ഒരു റിപ്പീറ്റോ അല്ലെങ്കിൽ റിപ്പീറ്റോ ചെയ്ത് നമ്മൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ CBSE അല്ലെങ്കിൽ ICSE എത്തുന്നുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്കാര്യത്തിൽ പുറകോട്ട് പോകുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. മേ ബി അത് മറികടക്കാൻ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് വിദ്യാലയങ്ങളാണ്. അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഫീസുകളൊന്നുമില്ലാതെ കിടിലൻ അധ്യാപകരും സിലബസ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടൊരു പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ റീസണിൽ കുട്ടികൾ പുറകോട്ട് പോയിരുന്നു അല്ലേ. പ്രത്യേകിച്ച് കോമ്പറ്റീവ് എക്സാംസിന് ഇതുപോലെ ന്യൂമറിക്കൽ ചോദ്യങ്ങളാണ് ഉണ്ടാവാറ്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് ഉണ്ടാവാറ്, പക്ഷേ ഇത് ഒബ്ജക്റ്റീവ് അല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതുപോലെ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന സ്ഥിരമായി നടക്കുന്ന എക്സാമിൻ്റെ ഭാഗമായി മാറ്റി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ മേ ബി എന്നല്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ ട്രെയിൻഡ് ആവും. നിങ്ങൾ ഈ കേസ് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, നല്ല ചോദ്യങ്ങൾ, നല്ല ഡിഫിക്കൽട്ടുള്ള ചോദ്യങ്ങൾ തരുന്നു. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് ഇതിലെല്ലാ ചോദ്യങ്ങളും ടഫാണ്, പക്ഷേ നിങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങിയില്ലേ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്നു. അപ്പോൾ ആദ്യത്തെ എക്സാമൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ 10 ചോദ്യത്തിൽ ഒരു ചോദ്യം ന്യൂമറിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസവും സാർ എന്ത് ചെയ്യുന്നു, അടുത്ത എക്സാമും ഫുൾ ടഫ് ചോദ്യങ്ങൾ മാത്രം, എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നുമില്ല, ഒരു ഷുവർ ക്വസ്റ്റ്യൻ പരിപാടി ഒന്നുമില്ല, സാറ് ഫുൾ ട്വിസ്റ്റുള്ള ചോദ്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ എക്സാം മേ ബി നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പൊട്ടും. മൂന്നാമത്തെ എക്സാം മുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് അവെയറാകും, സാർ എന്തായാലും ഡിഫിക്കൽട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽ അത്യാവശ്യം ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. പിന്നെ അടുത്ത എക്സാം സാർ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മുമ്പ് നമുക്ക് കിട്ടിയതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ പഴയ സ്വഭാവം വെച്ച് വേണമെങ്കിൽ നമുക്ക് കിട്ടാതിരുന്ന മാർക്ക് ഇപ്പോൾ നമുക്ക് കിട്ടി തുടങ്ങും. മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ യൂസ്ഡ് ആവും അല്ലേ. ഇതൊരു റിയാലിറ്റി അല്ലേ. അപ്പോൾ
ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ CUET പോലുള്ള എക്സാംസിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്, നീറ്റ് JEE പോലുള്ള എക്സാംസിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. സോ കോമ്പറ്റീവ് എക്സാംസിൽ ന്യൂമറിക്കൽ സ്കില്ലും കൂടി ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കട്ടെ എന്നും കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിലൂടെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അംബീഷനും കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇതിൽ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഈ ചോദ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ വലിയ ഒരു എൻട്രൻസ് ലെവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂമറിക്കൽസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഇക്വേഷൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈവൻ കാൽക്കുലേറ്റർ പോലും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ മെജോറിറ്റിയും. അപ്പോൾ നിങ്ങൾക്കിത് ഭാവിയിൽ, അതായത് മുന്നോട്ടുള്ള നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഈ ടൈപ്പ് ചോദ്യം കൂടി നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കിയാൽ മതി. സത്യം പറ, നിങ്ങൾ ഇന്നത്തെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഇത് ടഫാന്ന് പറഞ്ഞ കൂട്ടിൽ എത്ര ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു? പലരും ചെയ്തിട്ടില്ല. സത്യതാണ്. അവരെല്ലാ ഡെറിവേഷൻസ് പഠിച്ചു, എല്ലാ തിയറിയും പഠിച്ചു, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ പോയി അല്ലേ? അതുകൊണ്ടല്ലേ പണി കിട്ടിയത്? സത്യസന്ധമായി പറ, അതുകൊണ്ടല്ലേ പണി കിട്ടിയത്? എന്നെ തെറി വിളിക്കരുത്. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കൊരു സൂചന തന്നില്ലേ, ഒന്ന് പ്രിപ്പയർ ചെയ്താലോ? അത് എഡ്യൂപോർട്ട് ഏറ്റെടുത്തു കേട്ടോ. നിങ്ങൾ ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇനി നെക്സ്റ്റ്, അതായത് മോഡലാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ആ മോഡലിലേക്ക് ഞങ്ങൾ ന്യൂമറിക്കൽ നിങ്ങൾക്ക് സെറ്റാക്കി തരും. അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അത് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ മോഡൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നിങ്ങളും കൂടി എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാം. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻ വർഷം PYQ ചെയ്ത ന്യൂമറിക്കൽസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലോ കേട്ടോ. സോ നിങ്ങളതിൽ പാനിക് ആവേണ്ട. മോഡൽ എക്സാം നിങ്ങൾക്ക് എളുപ്പം, ഈവൻ ഇതേപോലെ ന്യൂമറിക്കൽസിൻ്റെ എണ്ണം കൂടി മാർക്ക് കൂടിയാൽ പോലും നിങ്ങൾ അതിൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ വീണ്ടും നല്ല റിക്വസ്റ്റ് ആണ്. സോ ഇതൊരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതാരെയും ഒരു കുറ്റപ്പെടുന്ന ലെവലിൽ കാണാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കുക. അടുത്ത തവണ ന്യൂമറിക്കൽ വന്നാലും ഞാൻ ചെയ്യുമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു, നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ സപ്പോർട്ട് ഞങ്ങൾ തരും. സോ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ മാത്സിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കെമിസ്ട്രിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതേപോലുള്ള ഇനി പാറ്റേൺ ചേഞ്ച് ആവാനുള്ള ചോദ്യങ്ങൾ കൂടി മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ഞങ്ങളെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സോ ബൈ.